ഹലോ ഗൈസ്, നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ തമ്മിലുള്ള മത്സരം. ഈ മത്സരം ഏറ്റവും പ്രധാനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന 2 മത്സരം ജയിച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 7ാം സ്ഥാനത്ത് വരെ എത്താൻ സാധിക്കും. പഞ്ചാബ് എഫ് സി മറികടന്ന് 7ാം സ്ഥാനത്ത് എത്താം. അങ്ങനെ എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പ്ലേ ഓഫിലേക്ക് കയറാനുള്ള എളുപ്പമാർഗ്ഗമാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ കളി മാക്സിമം ജയിക്കുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. അതും കൂടാതെ ഇനിയും കൂടുതൽ മത്സരങ്ങൾ വേറെയും കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് കൊണ്ട് എന്തായാലും അതിനും കൂടുതൽ നല്ല മികച്ച സ്ഥാനത്ത് വരെ എത്താൻ സാധിക്കും. അതുകൊണ്ട് ഈ 2 മത്സരം ജയിക്കാൻ സാധിച്ചാൽ പ്ലേ ഓഫ് ഏകദേശം ഉറപ്പിച്ച പോലെയാണ്. അതുമാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നല്ല ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജീസസും ബിബിനൊക്കെ ആ മത്സരത്തിൽ കളിക്കുക. ഐബൻ്റെ സസ്പെൻഷൻ, അത് റെഡ് കാർഡ് എന്നുള്ളത് യെല്ലോ കാർഡാക്കി കുറച്ചപ്പോൾ അടുത്ത മത്സരത്തിലേക്ക് ഒഡീഷയ്ക്കെതിരെ ഇറങ്ങും. അതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ വെച്ച് നല്ല കാര്യമാണ്. കാരണം ഇവൻ മോശമല്ലാത്തവരാണ് കഴിഞ്ഞ മത്സരത്തിലും കളിച്ചത്. അതൊക്കെ നല്ല കാര്യമാണ്. ഇനി പറയുകയാണെങ്കിൽ രാഹുൽ കാപ്പി ഒഡീഷയ്ക്ക് വേണ്ടി ഇറങ്ങണമെങ്കിൽ ഇനി അപ്പിയറൻസ് ഫീ കൊടുക്കാതെ രാഹുൽ കാപ്പിക്ക് ഇനി ഇറങ്ങാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ ഒരു ക്ലോസ് വെച്ചിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറക്കണമെങ്കിൽ ചെറിയ ഫീസ് കൊടുക്കണം. അത് മാർക്കസ് മകൾ ട്വിറ്ററിലൂടെ അറിയിച്ചു കഴിഞ്ഞു. ബിഗ് പ്രൈസ് കൊടുത്താൽ മാത്രമേ ഇനി ആ ദിവസം കളിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി അത് കളിപ്പിക്കുകയോ ഇല്ല എന്നൊക്കെ നാളത്തെ മാച്ചിന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അത് മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം നാളത്തെ മാച്ച് അതിനിർണായകമാണ്. കാരണം ഒഡീഷ കളി ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുതിക്കാനായിരിക്കും. അതുകൊണ്ട് അവർ മാക്സിമം ജയിക്കുന്നത്. കാരണം ജാഹു സസ്പെൻഷൻ കഴിഞ്ഞ് ജാഹു വരികയാണ്. അത് അവർക്ക് ടീമിന് കൂടുതൽ ഗുണം ചെയ്യും. അറ്റാക്കിലൊക്കെ നല്ല പാസൊക്കെ നൽകി ഗോളടിക്കാൻ എന്ന തരമാണ് ജാഹു. അതൊക്കെ നല്ലതാണ്. അതും കൂടാതെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ സസ്പെൻഷൻ ആയ ഒഡീഷയുടെ ബോമസും കുട്ടിയില്ലാത്തത് കേരളത്തെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. കാരണം അവർ രണ്ടുപേരും നന്നായിട്ട് പിന്നെയും ഫോമിലാണ് കളിക്കുന്നത്. നല്ലതാണ്. പക്ഷേ ഗോൾ അവരൊക്കെ കഴിഞ്ഞില്ലെങ്കിലും നല്ല അവരുള്ളപ്പോൾ കൂടുതൽ പ്രശ്നം നമുക്കുണ്ടാകും. കാരണം അങ്ങനെയാണ്, അത്ര നല്ല കളിക്കാരാണ് അവർ രണ്ടുപേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അതുമാത്രം നമുക്ക് ഗുണമായിരിക്കും. പക്ഷേ മാക്സിമം നന്നായിട്ട് എത്തിച്ച് കളിച്ചില്ലെങ്കിൽ നാളത്തെ കളിയും ഏകദേശം ഒരുപോലെ. കഴിഞ്ഞ കളി ജയിച്ചത് നമുക്കൊരു നല്ല കോൺഫിഡൻസാണ് നൽകിയത്. അപ്പോൾ ഈ കളി നന്നായിട്ട് കളിക്കാൻ സാധിച്ചാൽ ഉറപ്പായും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫും ഉറപ്പിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഒരുപാട് സൈനിങ്സ് ഇനി വരാനുള്ളത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ കളിയിൽ നമുക്ക് ജയിക്കുന്ന തന്നെ പ്രതീക്ഷിക്കാം. അവർക്ക് പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. കാരണം മിലോസ് ഇല്ലെങ്കിലും പകരം കോയഫിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് കളിപ്പിച്ചാലും ഏകദേശം ഡിഫൻസ് സെറ്റായിരിക്കും. പക്ഷേ കൂടുതൽ കെയറാണ്. കാരണം ഡീഗോ മോറിസിനായിരിക്കും അവർ മെയിനായിട്ട് ഇറക്കാം. പിന്നെ ഡോറിട്ടൺ കഴിഞ്ഞ ആഴ്ചത്തിൽ ഗോൾ അടിച്ചപ്പോൾ നല്ല ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഡിഫൻസ് കട്ടിയാക്കണം. അതിനനുസരിച്ച് കൂടുതൽ അറ്റാക്കിങ് വേണം. മാക്സിമം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഡിഫൻസ് അത്രയും നിൽക്കില്ല. കാരണം കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അവർക്ക് 2-2 ഡ്രോ ആയപ്പോൾ തന്നെ അവർക്ക് ഇതായിരുന്നു. കൂടുതൽ അവർ ജയിക്കാനാണ് പോന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ജയിക്കാൻ സാധിച്ച ഏറ്റവും നല്ല കാര്യമാണ്. ഇതിനു മുന്നേ നടന്ന മത്സരത്തിലാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് അത്ര നല്ല രീതിയിലൊന്നും കളിക്കാൻ സാധിച്ചില്ല. എന്നാലും മോശമില്ലാതെ കളിക്കുമെങ്കിൽ പോലും ഈ മത്സരം നമുക്ക് ജയിച്ചേ തീരും. ചിയർ ഫോർ ബ്ലാസ്റ്റേഴ്സ്. എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എന്തായാലും നാളത്തെ മാച്ച് ജയിക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. എന്നാലും നമുക്ക് മാച്ച് കണ്ട് തന്നെ വിധിയെ കൽപ്പിക്കാം. കം ഓൺ ബ്ലാസ്റ്റേഴ്സ്. എനിക്ക് ഏറ്റവും സന്തോഷം വന്ന ഓർമ്മിപ്പം എന്ന് പറഞ്ഞ പ്ലെയർ നന്നായിട്ട് ഡിഫൻസ് വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീതും അതിനനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡിഫൻസ് കട്ടിയായിരിക്കും. അതിനനുസരിച്ച് കോയഫ് നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യും. എന്തായാലും മാക്സിമം നമ്മൾ കരുതുകയാണ്. നല്ല ജെല്ലിങ് അപ്പോട് കളിച്ചാൽ ഉറപ്പായി ഒഡീഷയെ തോൽപ്പിക്കാൻ പറ്റും. മെയിനായിട്ട് ഗോൾ സ്കോറിങ്ങിൽ നന്നായിട്ട് ശ്രദ്ധ കഴിയും. കിട്ടിയ അവസരങ്ങൾ പാഴാക്കാതെ കറക്റ്റായിട്ട് ഗോളടിക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. എത്രയധികം ഗോളടിക്കാൻ പറ്റുമോ അത്രയധികം ടീമിന് നല്ലതാണ്. കാരണം ഇനി വരുന്ന മാച്ചുകളിൽ ഗോൾ വെച്ചിട്ടും നമുക്ക് പോയിൻ്റ് നില അങ്ങോട്ട് മാറുന്നില്ല. അതും ഗോൾ നല്ലോണം അടിക്കുന്നത് കൂടുതൽ നല്ലതാണ്. എന്തായാലും നമുക്ക് ഇനി മാച്ചിൻ്റെ വിധിയൊക്കെ നമുക്ക് മാച്ചിൻ്റെ അന്നറിയാം. എന്തായാലും
മാക്സിമം എല്ലാവരും കളി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ന്യൂ വീഡിയോ.